ഓണമൊക്കെ ആയില്ലേ? എന്നാൽ പിന്നെ നമുക്ക് സെറ്റ് സാരി എങ്ങനെയാണ് പ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു കോട്ടൺ ടിഷ്യൂ മിക്സ് വരുന്ന ഒരു സെറ്റ് സാരിയാണ്. ഈ പോർഷൻസിൽ വരുമ്പോഴത്തേനും ടിഷ്യൂ ആണ് വരുന്നത്. ഇത് കോട്ടൺ ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ സാരിയുടെ മുന്താണി പോർഷൻ വരുന്നത്. എൻ്റെ സാരി ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ ഇല്ലേ, താഴത്തെ പോർഷൻ ഇങ്ങനെ വരും, മുകളിൽ ഈ കോട്ടൺ ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ്സ് ഒക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു പോർഷൻ കിടക്കുന്ന സ്കേർട്ട് പോലെ വരും. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമുക്ക് പിടിച്ചു വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ സാരി എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറേ അധികം പിന്നും കൂടി എടുത്ത് വെക്കുക. കാരണം നേരത്തെ കൂട്ടി നമ്മൾ പ്ലീറ്റ്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും പിന്നേലാണ് എല്ലാം സെക്യൂർ ചെയ്ത് വെക്കുന്നത്. ഇതാണ് ഈ സാരിയുടെ നല്ല വശം. ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിരത്തിയിടുക. ഈ സൈഡിലാണ് നമുക്ക് പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഷോൾഡറിൽ വരുന്ന പോർഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തേരം വിട്ട് വേണോ അത് നോക്കിയതിന് ശേഷം വേണം ഫസ്റ്റ് പ്ലീറ്റ്സ് എത്ര വിട്ട് വേണോ അതനുസരിച്ച് ഇട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ പ്ലീറ്റ്സും ഇതിനെ കഴിഞ്ഞ് ചെറുതായിട്ടായിരിക്കും വരുന്നത്. അതായത് ഫസ്റ്റ് പ്ലീറ്റ് ഇത്രയുണ്ടെങ്കിൽ അടുത്ത പ്ലീറ്റ് ജസ്റ്റ് ഈ ഒരു പോർഷനിലൊക്കെ നിൽക്കുന്ന പോലെ എടുക്കണം. അല്ലെങ്കിൽ അത് പുറത്തേക്ക് തള്ളി വരും. അതപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. പിന്നെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല തടിയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ളവർ പൊതുവെ സാരി ഉടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് നല്ല വീതിക്ക് പ്ലീറ്റ്സ് എടുക്കും. ഒരു 3-4 പ്ലീറ്റ് എടുത്തതിന് ശേഷം സാരി ഉടുക്കും. പൊതുവേ നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷൻ, അതായത് നമുക്ക് ആം ഹോളൊക്കെ വരുന്നില്ലേ, ആ ഒരു പോർഷനിൽ നിന്ന് കവർ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റ് പോവാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് പൊതുവേ സാരി ഉടുക്കുമ്പോൾ ഭംഗി വരുന്നത്. അപ്പോൾ ഞാനിവിടുത്തെ ഒരു പ്ലീറ്റ്സിന് എനിക്ക് പൊതുവേ ഒരു ഇത്രയും വീതിയിലാണ് ഞാൻ പൊതുവെ എടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് എന്തേരാണോ വിട്ട് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഫസ്റ്റ് പ്ലീറ്റ് എടുത്ത് തുടങ്ങുക. അപ്പോൾ ഈ ഫസ്റ്റ് പ്ലീറ്റ് എവിടെ വേണോ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് എടുത്തെടുത്ത് പോകാം. ഇത് ടിഷ്യൂ ആയതുകൊണ്ട് കുറച്ച് പാടാണ് ഇതിനകത്ത് പ്ലീറ്റ്സ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ഇതുണ്ട് താഴത്തെ പ്ലീറ്റ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പ്ലീറ്റ് ആദ്യത്തെ പ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇത് പോവാതെ നോക്കിയാൽ മതി. അതിനിപ്പോൾ ലെവലിന് ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പ്ലീറ്റ്സ് വിട്ട് ഇത് പോവരുത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബാക്കി എല്ലാ പ്ലീറ്റ്സും നിൽക്കുന്ന പോലെ വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിനുശേഷം ഇത് ഓരോ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പോവുക. നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഫസ്റ്റത്തെ പ്ലീറ്റ് നമുക്ക് ഇങ്ങോട്ട് നിൽക്കണം, ലാസ്റ്റത്തെ പ്ലീറ്റ് ഇത് തിരിച്ച് നിൽക്കണം. ഇതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ പ്ലീറ്റ്സ് ഒന്നും ഫസ്റ്റത്തെ പ്ലീറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകരുത്. അത്രയും കാര്യങ്ങളാണ് പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് നമ്മൾ ഒന്നും കൂടെ അടുക്കി വെക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ടിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇതിനെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൽ പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യാമേ. ഇതിപ്പോൾ ഞാൻ പ്ലീറ്റ്സ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു കുറച്ച് പോർഷൻ വിട്ടിട്ട് ഈ സെൻറ്റർ പോർഷനിലായിരുന്നു പ്ലീറ്റ്സ് പിടിച്ചത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ട് തന്നെ ആദ്യമേ പിന്നെ വെക്കരുത്. ഇത് ആദ്യമേ ലെവലാക്കണേ. ഇവിടെ തൊട്ടിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിലേക്ക് ഇനിയും പ്ലീറ്റ്സ് പിടിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പോരായ്മകൾ ഇതിനുണ്ടെങ്കിൽ അത് നോക്കി ചെയ്തതിന് ശേഷമാണ് ബാക്കി പ്ലീറ്റ്സ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തോടെ പിന്നെ വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് സാരി അകത്തോടെ വേണമെങ്കിൽ അങ്ങനെ പ്ലീറ്റ്സ് ചെയ്യാൻ പറ്റും. ഞാൻ ഉടുക്കുന്ന സമയത്ത് ഇവിടുത്തെ പിന്നൊക്കെ എടുത്ത് കളയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. നിങ്ങൾക്ക് ഇനി പിന്നെ ഇങ്ങനെ തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഈ ഫസ്റ്റത്തെ പ്ലീറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറിക്കുക. എന്നിട്ട് ഈ ഒരു പോർഷനിലേക്ക് ഇത്രയും പ്ലീറ്റ്സ് കൂട്ടിയിട്ട് ഇങ്ങനെ പിന്നെ വയ്ക്കുക. എന്നിട്ട് ഈ പ്ലീറ്റ് എടുത്ത് നമ്മൾ ജസ്റ്റ് കവർ ചെയ്യുമ്പോഴത്തേക്കിനും അകത്ത് കുത്തിക്കുന്ന പിന്നെ കാണത്തുമില്ല. നമുക്കിത് നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഉടുക്കുന്ന സമയത്തും വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇനിയാണ് അടുത്ത പണി. ഇവിടെ നമ്മൾ ഓൾറെഡി പ്ലീറ്റ്സ് പിടിച്ചിട്ടുണ്ടല്ലോ, ആ പ്ലീറ്റിനെ നന്നായിട്ട് ഇങ്ങനെ ഇത്രയും പോർഷൻ ഇങ്ങനെ നന്നായിട്ട് വലിച്ചു പിടിക്കുക. അപ്പോൾ ഇവിടേക്ക് ഇത് കണ്ടോ, ഈ പ്ലീറ്റ്സ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് പ്ലീറ്റ്സ് പിടിക്കുക. ആദ്യമേ നമുക്ക് മുന്താണിയുടെ നീളം എത്രയാണോ വേണ്ടത് അതൊക്കെ നോക്കിയതിന് ശേഷം പ്ലീറ്റ്സ് പിടിച്ച് വെക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അയൺ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ പിന്നെ അത് പാടായിരിക്കും. നമുക്ക് അങ്ങനെ തേച്ച് അയൺ ചെയ്ത് ആ പാട് അതേപോലെ തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് ഉടുക്കുന്ന സമയത്ത് ഒരു വൃത്തി കിട്ടത്തില്ല. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് അതൊക്കെ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് ഉടുത്ത് നോക്കുക ആദ്യമേ.
ഫ്രണ്ടിൽ പോർഷനും നമുക്ക് അങ്ങനെ തന്നെ നേരത്തെ പിടിച്ചു വെക്കാൻ പറ്റും. ഇതൊന്ന് പിടിച്ചെടുത്തെങ്കിലും നമ്മൾ അത് അടിക്കുന്ന സമയത്ത് ഒന്നും കൂടെ നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. അതിനുശേഷം മാത്രമേ പിന്ന് വെക്കാറുള്ളൂ. ഇവിടെ നമുക്ക് അടുത്ത പിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പോർഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെയും ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്താണി പോർഷൻ ഏകദേശം ആയിട്ടുണ്ട്. ഇവിടെ തൊട്ടിട്ടാണ് നമ്മുടെ മുന്താണിയുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എവിടെയെങ്കിലും നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് പിടിച്ചു കൊടുക്കാവേ. നിങ്ങൾക്ക് കുറച്ച് വയർ കാണാതെയൊക്കെ സാരി ഉടുക്കാനായിട്ട് അങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലാസ്റ്റത്തെ പ്ലീറ്റ് ഉണ്ടല്ലോ, ഇതിനെങ്ങനെ നേരെ എടുക്കുക. അതായത് ഇതിനെ ഒരുപാട് ഇങ്ങോട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് വീതി കുറഞ്ഞു പോകും. അപ്പോഴാണ് നമുക്ക് വയർ കവർ ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ശരിക്കും നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് ഈ ഫ്ലീറ്റ് വരാത്തത്. നമ്മൾ ഷോൾഡറിൽ പിൻ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ഇത് പിടിക്കുന്ന സമയത്ത് ഈ പ്ലീറ്റ് നേരെ പിടിക്കുക. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരും, ഇങ്ങനെ നീങ്ങി വരും. ഈ പ്ലീറ്റ് നീങ്ങുന്ന അനുസരിച്ച് എല്ലാ പ്ലീറ്റ്സും കുറച്ച് അങ്ങോട്ട് നീങ്ങി വരും. ഇത് നമുക്ക് നിറയെ പ്ലീറ്റ്സ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ അടുക്കി വെക്കുമ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്യാറില്ല. പിന്നെ ഉടുക്കുന്ന സമയത്ത് നമുക്ക് ആ പോയിന്റിൽ കൂടെ തന്നെ ഇത് വരേണ്ടി വരും. ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ ജസ്റ്റ് നേരത്തെ പിടിച്ചിട്ട് ഇവിടെ എല്ലാം പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് വെക്കും. എന്നിട്ട് ഉടുക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഉടുത്ത് കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ടിരിക്കും. ഇപ്പോഴേ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇതിൻ്റെ ആ പാടൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് കുറച്ച് അങ്ങോട്ട് നീക്കുമ്പോഴത്തേക്കിന് ഈ പ്ലീറ്റ്സ് അറിയാമല്ലോ, ഇവിടുത്തെ അതേ രീതിയിൽ ഇങ്ങനെ കറക്റ്റ് അടിഞ്ഞിരിക്കത്തില്ല. ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെ നീങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ആ പാട് ഇതേപോലെ ഇതിലിരിക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ പ്ലീറ്റ്സ് കിട്ടിയേക്കുന്നത്. ഇത് ഓരോരുത്തർക്കും ദേഹത്ത് വെച്ച് ഈ പ്ലീറ്റ്സ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരത്തെ കൂട്ടി തന്നെ അയൺ ചെയ്തൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഈ പ്ലീറ്റ്സ് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാവേ. ഇതിപ്പോൾ കോട്ടൺ സാരി ആയതുകൊണ്ട് കണ്ടോ, ഇത് അയൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കുന്ന സമയത്ത് തന്നെ ഇത് കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഇതാണ് നമ്മുടെ ഫുൾ സാരി വരുന്നത്. ഇതിൻ്റെ ബോട്ടം പോർഷൻ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ മുകൾ പോർഷൻ വരുന്നത്. ഇനി ഇതിന് നമുക്ക് താഴത്തെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാമേ. ആദ്യമേ നമുക്ക് സാരിയുടെ പ്ലീറ്റ്സ് എവിടം തൊട്ടാണോ വേണ്ട ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇവിടം തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് വേണം നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 ഫിംഗേഴ്സിന് നടുക്ക് ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലീറ്റ് കിട്ടും. അപ്പോൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലീറ്റിനെ കഴിഞ്ഞും ഒരുപാട് വേണ്ട, ഒരു കുറച്ച് വലുപ്പത്തിലായിരിക്കും അടുത്ത പ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുക്കി വെക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടും. അതിന് കഴിഞ്ഞ് ജസ്റ്റ് കുറച്ചും കൂടെ നീളത്തിൽ അടുത്ത പ്ലീറ്റ്സ് എടുക്കുക. അങ്ങനെ ഈ എല്ലാ പ്ലീറ്റ്സും നമുക്ക് എടുത്ത് വെക്കാമേ. നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് നമുക്ക് അടുക്കി വെക്കാം ഫസ്റ്റ് തന്നെ. ഇതിനകത്താണ് ഞാൻ ഇതിൻ്റെ പിന്ന് വെച്ച് കൊടുക്കുന്നത്. ഇത്രയും പ്ലീറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വലിയൊരു പിന്നാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ആ പിന്ന് ജസ്റ്റ് കുത്തി കൊടുക്കുക. നമുക്കിതിൻ്റെ താഴത്തെ പോർഷൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് ഇതൊന്ന് വലിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് കുറച്ച് പ്ലീറ്റ്സ് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. ഇത് ടേബിളിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. എനിക്കിതിങ്ങനെ പ്ലീറ്റ്സ് പ്രയറായിട്ട് പിടിച്ച് വെക്കാനേ അറിയത്തുള്ളൂ. എനിക്കിതെങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഹാങ്ങറിലാണ് ഇടുന്നത്. അതായത് പ്ലീറ്റ്സ് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഹാങ്ങറിലിട്ടിട്ട് വെക്കും. അതിനകത്ത് 2 ക്ലിപ്പൊക്കെ കുത്തി വയ്ക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ താഴത്തെ പോർഷൻ വരുന്നത്. ഇത് ടിഷ്യൂ ആയതുകൊണ്ട് നമുക്ക് ഈ പ്ലീറ്റ്സ് പിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇപ്പോൾ ഇത് ഉണ്ടാവും, ഈ പ്ലീറ്റ്സ് ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ പ്ലീറ്റ്സ് ഇങ്ങനെ തന്നെ ജസ്റ്റ് പിടിച്ച് വയ്ക്കുക.
വേണ്ടോ ഈ ഒരു പോർഷനിൽ അതിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ജസ്റ്റ് അടുക്കി കൊടുക്കാം. മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് വരുമ്പോഴത്തേനും ഫ്ലീറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. കാരണം താഴെ വശത്ത് കുറച്ചും കൂടെ വിടർന്ന് വരുന്നതുകൊണ്ട് ചിലപ്പോൾ മുകളിലത്തെ എല്ലാ ഫ്ലീറ്റ്സും താഴെ വരുമ്പോഴത്തേക്കിനും ചിലർക്ക് അത് മിസ്സായി പോകും. എനിക്ക് മിസ്സായി പോകാറുണ്ട്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു തന്നു. ഇവിടെ നമ്മൾ ആ പിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്കുള്ള പോർഷൻസ് പിടിക്കാമേ. ഇതിങ്ങനെ ഇത്രയും പോർഷൻ ഒരു ഗ്യാപ്പ് ഇട്ട് ഈ ഫ്ലീറ്റ്സ് ഇങ്ങനെ നിരനിരയായിട്ട് പിടിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ താഴെ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഒറ്റയടിക്ക് ഇവിടെ ഫ്ലീറ്റ്സ് പിടിച്ചിട്ട് പിന്നെ ഈ പോർഷനിലേക്ക് ആകുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്ത് എല്ലാ ഫ്ലീറ്റ്സും കിട്ടത്തുമില്ല. കറക്റ്റായിട്ട് നമുക്കത് പിന്ന് വെക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോരോ ഇപ്പം നമ്മൾ ഈ പോർഷനിൽ പിടിച്ചല്ലോ, ഇനി ഇവിടെ കൈ വെച്ചിട്ട് നമുക്ക് താഴത്തെ ഫ്ലീറ്റ്സ് ഈസി ആയിട്ട് പിടിക്കും. ഈ ഒരു പോർഷൻ ആയപ്പോൾ ഞാനിതൊരു ബെഡിലിട്ടിട്ടുണ്ട്. കാര്യം ടിഷ്യൂ ആയതുകൊണ്ട് കുറച്ച് പാടാണ് ഈ ഒരു പോർഷനിൽ ഫ്ലീറ്റ്സ് പിടിക്കാനായിട്ട്. അപ്പോൾ ഇതിനിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഫ്ലീറ്റ്സ് ജസ്റ്റ് നേരത്തെ മുകളിൽ നിന്ന് പിടിച്ച് വന്നതുപോലെ തന്നെ താഴത്തെ ഫ്ലീറ്റ്സും പിടിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലീറ്റ്സ് ഫൈനലി വന്നേക്കുന്നത്. ഇതിനകത്ത് ഈ പുറത്തോട്ട് പിന്ന് വെച്ചേക്കുന്നത് നോക്കണ്ട, നമുക്ക് ഉടുക്കുന്ന സമയത്ത് ഈ ഒരു പിന്ന് വയ്ക്കും. അതേപോലെ തന്നെ ഈ പിന്ന് ഇത്രയും പോർഷൻ നമ്മൾ ഉള്ളിലേക്ക് വെക്കുന്ന പോർഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ മാക്സിമം ഈ പിന്ന് വരെ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ഇങ്ങനത്തെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗിക്കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഉടുക്കുന്ന സമയത്ത് അതൊക്കെ എടുത്ത് കളയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി ഫ്ലീറ്റ്സ് ചെയ്തേക്കുന്ന ഫൈനൽ പ്ലീറ്റിങ് വന്നേക്കുന്നത്.